നെയ്മർ സാന്റോസ് ഡി സിൽവ ജൂനിയർ. പറയാനുള്ളത് നമ്മുടെ ചെക്കനെ കുറിച്ചാണ്. നെയ്മർ വീണ്ടും തിരിച്ച് അമേരിക്കയിലേക്ക് പഴയ ക്ലബായിട്ടുള്ള സാന്റോസിലേക്ക് തിരിച്ചു പോകുന്ന വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതായത് നമ്മുടെ അൽ ഹിലാലിൽ നിന്നും തിരിച്ച് സാന്റോസിലേക്ക് പോവാണ്. 99% കൺഫേം ആയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫൈനൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താണെങ്കിലും നെയ്മർ എന്ന് പറയുന്ന ഒരു പ്രതിഭ, ബീങ് എ ബ്രസീൽ ഫാൻ അല്ലെങ്കിൽ നെയ്മർ ഫാൻ എന്ന നിലയിൽ ഭയങ്കര ഒരു സങ്കടം ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം സാന്റോസിൽ നിന്നും വലിയൊരു പ്രതിഭയെ യൂറോപ്പിലേക്ക് എത്തിക്കുന്നു, അതായത് ബാർസലോണയ്ക്ക് എത്തിക്കുന്നു. ബാർസലോണയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് PSG പോകുന്നത്. നെയ്മർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ആയിട്ടാണ് ആ ഒരു ട്രാൻസ്ഫറിനെ കാണേണ്ടത്. PSG ആഫ്റ്റർ PSG പോയതിനു ശേഷം നെയ്മറിന്റെ ക്ലബ്ബ് കരിയർ വളരെ മോശമായിട്ടാണ്. പരിക്കുകളാണെങ്കിൽ വേറെ, ക്ലബിൽ നിന്ന് ടീമിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത പ്രശ്നങ്ങൾ വേറെ, എംബാപ്പയുമായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങൾ, മൊത്തത്തിൽ ഒരു ഡൗൺ ആയി പോവുകയാണ് ചെയ്തത്. പിന്നെ PSG പ്രശ്നങ്ങളായി തുടങ്ങിയതോടുകൂടി അൽ ഹിലാലിലേക്ക് വരുന്നു. അൽ ഹിലാലിൽ പോയിട്ട് ഒരു കളി പോലും കളിക്കാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. ഒരു കളി പോലും 90 മിനിറ്റ് കളിക്കാൻ പറ്റാത്ത, പരിക്ക് മൂലം കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ വീണ്ടും തിരിച്ച് സാന്റോസിലേക്ക് പോവാണ്. അപ്പം എന്താണ് നെയ്മർ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. ഇനിയിപ്പം ഈ സാന്റോസിലേക്ക് തിരിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലതാണെന്നൊരു സമാധാനമുണ്ട്. കാരണം കുറച്ചും കൂടിയൊക്കെ പരിക്കൻ കളികളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് കളിക്കാനൊക്കെ പറ്റും. അതായത് നാഷണൽ ടീമിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2026 വേൾഡ് കപ്പ് ഇനി ഒരു വർഷമാണ് ഇനിയുള്ളത്. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്ത് ടീമിനെ വേൾഡ് കപ്പ് അടുപ്പിച്ച് ഒരു വിരമിക്കലൊക്കെയാണ് നമ്മൾ ആസ് എ ഫാൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. അതെ അതെ. അല്ല, സാന്റോസിലേക്ക് ഇപ്പൊ തിരിച്ചു പോകുന്ന പറഞ്ഞാൽ ഞാനത് നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം പോസിറ്റീവായിട്ട് കാണാനുള്ള കാരണം ഈ പറഞ്ഞ പോലത്തെ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതായത് ഇത്രയും വലിയൊരു പ്ലെയർ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ ഇപ്പുറത്തുള്ള വലിയൊരു സംഭവം അത് ഈ പറഞ്ഞു തന്നെയാണ്. കാരണം ഒരു വർഷമാണ് ഇനി വേൾഡ് കപ്പിനുള്ളത്. ഇപ്പൊ സാന്റോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പരിക്കൻ കളികളൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല രീതിയിലൊരു പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഭയങ്കരമായിട്ട് മുമ്പിലുണ്ട്. ഈ PSG പോലെ ടീമിലാണെങ്കിലും ഇപ്പൊ ഈവൻ ബാഴ്സലോണ നല്ല കളി ചെയ്യുന്നു. അത് ഭയങ്കരമായിട്ടുള്ള സംഭവം തന്നെ ഇത് പറയാൻ പറ്റും. കാരണം മെസ്സിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ചാൻസസ് ഉണ്ടായിരുന്നു. ഈഗോ പ്രശ്നങ്ങളില്ല. അത് നമ്മൾ എടുത്ത് പറയണം. ഇവിടെ മെസ്സിനെ പറയുമ്പോൾ എടുത്ത് പറയണം. ഭയങ്കര സുഹൃത്ത് പോലെ. അത് മെസ്സി ഓൾവേസ് അങ്ങനെ എല്ലാവരോടും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ PSG വന്നപ്പോ പോലെയുള്ള മറ്റേത് ടീമിലേക്ക് ഇനി മാറിക്കഴിഞ്ഞാലും അവിടെയൊക്കെ വരുമ്പോ ഈ പരുക്കൻ കളികൾ തന്നെയാണ് വരിക. ഫിസിക് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് നെയ്മറിനെ സംബന്ധിച്ച്. ചെറിയൊരു തള്ളും ചെറിയൊരു ഉന്തലും പരിക്കും കൂടി ഓൾറെഡി പരിക്കിന്റെ മേലെ പരിക്കാണ്. അപ്പൊ ഇനിയൊരു പരിക്ക് ഒരു പക്ഷെ കരിയർ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നേക്കാം. അപ്പം ഇനി അടുത്തൊരു വേൾഡ് കപ്പ് വരെ പരിക്ക് പറ്റാതെ ഒരു എന്താ പറയാ ഒരു താളത്തിലൊക്കെ ഒന്ന് കളിച്ച് വേൾഡ് കപ്പിൽ ബ്രസീലിനെ കപ്പടിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും നെയ്മറിന്റെ മനസ്സിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. വലിയൊരു എമൗണ്ട് നെയ്മർ കിട്ടേണ്ട വലിയൊരു എമൗണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഹിലാലിൽ നിന്നും സാന്റോസിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ പൈസക്ക് അല്ല പ്രസക്തി, നെയ്മറിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ്, നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ് 26 വേൾഡ് കപ്പ്. അത് ബ്രസീലിന് ഇപ്പൊ ഒരു നല്ലൊരു ടീം ഉണ്ട്. ആ ടീമിന് നല്ലൊരു കോച്ച് കൂടി വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതിലേക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാന്റോസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല അവിടെ നിന്ന് കളിക്കുമ്പോൾ വീണ്ടും ഈ നല്ല ഗോളുകൾ നേടിയ നല്ല കളിയൊക്കെ വരുന്ന സമയത്ത് പേഴ്സണലി കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, കോൺഫിഡൻസ്, അതും ഭയങ്കരം തന്നെയാണ്. കാരണം ഇത് എന്തെന്ന് വെച്ചാൽ കളിക്കാൻ അറിയുന്നതിന്റെ പ്രശ്നമല്ല, ഈ പരിക്കുകൾ ഭയങ്കര പ്രശ്നം. ഫിസിക്കില്ല, അത് അങ്ങനെ തന്നെ വേണം പറയാൻ. നല്ലൊരു മല്ലമ്മ മുന്തി കഴിഞ്ഞാൽ തീർന്നു നെയ്മർ. അല്ല, ഉന്തന്റെ ആവശ്യമില്ല. നെയ്മറിന്റെ കളിന്റെ ശൈലി എന്ന് പറയുന്നത് ശൈലി അങ്ങനെയാണ്. അതെ അതെ. അതായത് പ്ലേയേഴ്സിന് ഇടയിലൂടെ കളിക്കാൻ ശ്രമിക്കുന്നത്, പ്ലേയേഴ്സിന് മാറി നിന്ന് കളിക്കാനല്ല. കഴിഞ്ഞ വേൾഡ് കോപ്പ അമേരിക്ക അർജന്റീനയുടെ ഫൈനലിൽ തോറ്റ മത്സരം അവസാനത്തെ 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്രകടനമാണ്. ഒരു രക്ഷയില്ലാത്ത പ്രകടനം. അതായത് അത് അർജന്റീന താരങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ തോറ്റ കോപ്പ അമേരിക്ക ഫൈനൽ, അത് ഇയർ കറക്റ്റ് ഓർക്കുന്നില്ല, അതിൽ അവസാനത്തെ 20 മിനിറ്റില് അത് 20 മിനിറ്റിൽ നെയ്മറിന്റെ പ്രകടനം എത്ര തവണയാണ് ഫൗളുകൾക്ക് വിധേയമാകുന്നത്, ഗ്രൗണ്ടിൽ വീഴുന്നത്. അപ്പൊ ആ ഒരു ശൈലി അത് തുടരെ ഇങ്ങനെ പരിക്കുകൾ വരുന്നത് കൊണ്ട് ഒരു പ്ലെയർ എന്ന നിലയിൽ
ഡൗൺ ആയി പോവാണ്. ആ ശൈലി മാറ്റേണ്ടതായിട്ടുണ്ട് കുറെയൊക്കെ. കാരണം മാറ്റി കഴിഞ്ഞാൽ നെയ്മറിന്റെ കളിയുടെ സൗന്ദര്യം മാറ്റിക്കഴിഞ്ഞ സൗന്ദര്യം പക്ഷേ എന്ത് ഈ ഫിസിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആള് പരിക്കിൽ നിന്ന് മാറുന്നത് വളരെ PSG ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, PSG കളിച്ച സമയത്ത് വളരെ അടിപൊളിയായിട്ട് 4-5 ആളുകളൊക്കെ കട്ട് ചെയ്ത് ബോക്സിനുള്ളിൽ കട്ട് ചെയ്ത് എംബാപ്പയ്ക്ക് ഒരു ഗോൾ പന്ത് കൊടുത്തിട്ട് എംബാപ്പ അത് ഗോളാക്കിയില്ല, ഫിനിഷ് ചെയ്തില്ല. അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഫുട്ബോൾ ലോകം കണ്ട ചരിത്രത്തിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് അസിസ്റ്റ് ആയിട്ട് മാറുമായിരുന്നു അത്. ആ ഒരു വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് എംബാപ്പ ഗോളാക്കിയില്ല, ഗോളാക്കാൻ പറ്റിയില്ല. അപ്പൊ അത്രയും ഒരു എന്താ പറയാ ഇൻക്ലൂസീവ് ആയിട്ട് കളിക്കുന്ന, അതായത് ആ പ്ലേയേഴ്സിന് ഇടയിലൂടെ കളിച്ച് പന്ത് ഗോളാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ എന്താണെങ്കിലും സാന്റോസിലേക്ക് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യട്ടെ. കാരണം നമ്മ യൂറോപ്പിൽ നെയ്മറിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഓൾറെഡി തീരുമാനമായതാണ്. പിന്നെ സൗദിയിലേക്ക് വന്നു, സൗദിയിലും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു, സാഹചര്യങ്ങൾ കൊണ്ട് വന്നു, വീണ്ടും സാന്റോസിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ സാന്റോസിൽ എന്തായാലും നമ്മൾ കളിയൊന്നും കാണില്ല, മേ ബി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മളെ അത്ര നാട്ടിൽ ഫേമസ് ആയുള്ള ലീഗല്ല, പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 2026 വേൾഡ് കപ്പ്, അത് ബ്രസീലിലേക്ക് എത്തിക്കാൻ പുതിയ റോഡ്രിഗോയും വിനീഷ്യസും അടക്കുന്ന ഒരു പുതിയൊരു യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നെയ്മറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടി വരുമ്പോ, നല്ലൊരു കോച്ചും കൂടി വന്നാൽ അത് ബ്രസീലിന് സ്കോപ്പ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ആസ് എ ഒരു ബ്രസീൽ ഫാൻ എന്ന നിലയിൽ. അത്രേ ഉള്ളൂ. ഈ പോക്ക് ഒരു സ്ട്രോങ് തിരിച്ചുവരവാണ്, അങ്ങനെ വിശ്വസിക്കാം. ആവട്ടെ.